സച്ചിന് സ്റ്റോക്കിംഗ് എന്താണെന്ന് അറിയുമോ? എന്താണ് സ്റ്റോക്കിംഗ്? പ്രേമലു എന്ന സിനിമയിൽ സച്ചിനെ വിരട്ടിയ ആ സ്റ്റോക്കിംഗ് എന്ന വാക്കിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ സംബന്ധമായ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്രേമലു എന്ന ചിത്രത്തിൽ സ്റ്റോക്കിംഗ് എന്താണെന്ന് സച്ചിനോട് ചോദിക്കുമ്പോൾ സ്റ്റോക്കിംഗ് എന്താണെന്ന് അറിയുകയും ചെയ്യാം, അതിൽ പൈസ ഇട്ടിട്ടുമുണ്ട്, പൈസ പോയിട്ടുമുണ്ട് എന്ന് മറുപടി പറയുന്നുണ്ട്. എന്നാൽ സച്ചിൻ പറഞ്ഞതല്ല യഥാർത്ഥ സ്റ്റോക്കിംഗ്. എന്താണ് സ്റ്റോക്കിംഗ്? ഒരു വ്യക്തിയുടെ അനുവാദം ഇല്ലാതെ അയാളെ പിന്തുടരുകയും പ്രണയാഭ്യർത്ഥനയായി അയാളുടെ സ്വകാര്യതയിലേക്ക് കൈകടത്തുകയും ചെയ്യുന്നതാണ് സ്റ്റോക്കിംഗ്. സ്റ്റോക്കിംഗ് ഇന്ത്യയിൽ വളരെയധികം നിസ്സാരവൽക്കരിക്കപ്പെടാറുള്ള ഒരു കുറ്റകൃത്യമാണ്. ഈ പ്രവൃത്തിക്ക് വിധേയരാകുന്നവർ വലിയ മാനസിക സംഘർഷത്തിലകപ്പെടുകയും ആ കുറ്റകൃത്യം ചെയ്യുന്നവർ സമൂഹത്തിൻ്റെയും നിയമവ്യവസ്ഥയുടെയും നിസ്സാരവൽക്കരണത്തിൻ്റെ ആനുകൂല്യം കൈപ്പറ്റി രക്ഷപ്പെടുകയും ചെയ്യുന്നത് പതിവാണ്. അത്തരം കുറ്റവാളികൾ പ്രസ്തുത കുറ്റകൃത്യങ്ങൾ പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കൈകടത്തും എന്ന് പറയുമ്പോൾ ഏതൊരാളുടെയും മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ ആയിരിക്കും വരിക. മലയാള സിനിമയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള റൊമാൻറ്റിസൈസ് ചെയ്ത സ്റ്റോക്കിങ്ങുകൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് 1989 പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന വന്ദനം എന്ന സിനിമയാണ്. അപ്രതീക്ഷിതമായി നായികയുടെ റൂമിലേക്ക് എത്തുകയും അവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുകയും ചെയ്യുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ അതിനുശേഷം ആ നായികയെ ബലം പ്രയോഗിച്ച് ഇഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നതും പിന്നാലെ പാട്ടുപാടി നടക്കുന്നതുമെല്ലാം ഏറെ ആസ്വദിച്ചാണ് മലയാളികൾ അന്ന് കണ്ടുമറന്നത്. അതിനുശേഷം ഇറങ്ങിയ ഒരുപാട് ചിത്രങ്ങളിൽ നായികയുടെ പിന്നാലെ നടക്കുന്ന നായകൻ്റെ കഥാപാത്രത്തെ ഗ്ലോറിഫൈ ചെയ്താണ് കാണിച്ചിട്ടുള്ളത്. മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പിറന്ന 1986 താളവട്ടം, 1993 സിബി മലയിൽ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന മായാമയൂരം, മമ്മൂട്ടി മോഹൻലാൽ ഒരേ സ്ക്രീനിൽ എത്തിയ ഹരികൃഷ്ണൻസ് തുടങ്ങിയ ചിത്രങ്ങളിൽ എല്ലാം നായികയുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെന്ന് ബലമായി സ്നേഹം പിടിച്ചുവാങ്ങുന്ന നായകനെയാണ് കാണിച്ചിട്ടുള്ളത്. എന്നാൽ നായികയുടെ പിന്നാലെ മാത്രമല്ല, നായകൻ്റെ പിന്നാലെ നടന്ന് സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്ന ഒരുപാട് ചിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. ശാലിനി കുഞ്ചാക്കോ ബോബൻ കൂട്ടുകെട്ടിൽ പിറന്ന നിറം എന്ന സിനിമയിൽ ജോമോളിൻ്റെ കഥാപാത്രം കുഞ്ചാക്കോ ബോബൻ്റെ പിന്നാലെയാണ് നടക്കുന്നത്. അതുപോലെ നിവിൻ പോളിയുടെ പിന്നാലെ നടന്ന് ഇഷ്ടം പിടിച്ചു പറ്റുന്ന ഓം ശാന്തി ഓശാനയിലെ നസ്രിയുടെ കഥാപാത്രവും മലയാള സിനിമയിലെ സ്റ്റോക്കിങ്ങിനെ എടുത്തു കാണിക്കുന്നുണ്ട്. മെയ് 1 റിലീസ് ചെയ്ത നിവിൻ പോളി ഡിജോ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിലെ കൃഷ്ണ എന്ന പാട്ടിൽ നമുക്ക് സ്റ്റോക്കിംഗ് കൃത്യമായി കാണാൻ സാധിക്കും. കൃഷ്ണ എന്ന പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന് ഇഷ്ടം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന നിവിൻ പോളിയുടെ കഥാപാത്രത്തെയാണ് ഡിജോ പാട്ടിലുടനീളം കാണിക്കുന്നത്. ഇത് സ്റ്റോക്കിങ്ങിനെ കളിയാക്കുന്ന തരത്തിൽ ആണോ എന്നും ചില സംസാരങ്ങളുണ്ട്. പാട്ടിലുടനീളം അനശ്വരയുടെ പിന്നാലെ നടക്കുന്ന നിവിനെയാണ് കാണുക. നിവിന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന കൂട്ടുകാരനായി ധ്യാനും എത്തുന്നുണ്ട്. മലയാളികൾ കണ്ടുമറന്ന രംഗങ്ങളാണ് ഡിജോ പാട്ടിലൂടെ കാണിച്ചിട്ടുള്ളത്. പ്രേമലുവിൽ സച്ചിൻ സ്റ്റോക്കിംഗ് എന്താണെന്ന് അറിയാതെ റീനുവിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. എന്നാൽ ചിത്രത്തിൽ തന്നെ സ്റ്റോക്കിംഗ് എന്താണെന്ന് എടുത്തു പറയുന്നുമുണ്ട്. ഇങ്ങനെ സിനിമയിലൂടെ നായകൻ നായികയുടെ പിന്നാലെ നടന്ന് സമൂഹത്തിന് നെഗറ്റീവ് ഷെയ്ഡിലുള്ള മെസ്സേജുകൾ കൈമാറാൻ ശ്രമിക്കുന്നുണ്ട്. സ്റ്റോക്കിംഗ് എന്നത് ഒരു ന്യൂജൻ വാക്കാണെങ്കിൽ ഇത് കൃത്യമായും ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞുനോട്ടമാണ്. തനിക്ക് താല്പര്യം ഇല്ലാത്ത ഒന്നിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിനെ സിനിമാ ലോകം ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അതിലൂടെ പ്രേക്ഷകന് ലഭിക്കുന്നത് ഒരു തെറ്റായ സന്ദേശമാണ്. പ്രേമലു എന്ന സിനിമ കണ്ട വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സ്റ്റോക്കിംഗ് എന്ന പ്രവൃത്തിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.